അത്തരമൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾ ആ പരിപാടി കഴിയുമ്പോൾ തന്നെ RMPയുടെ നേതാക്കന്മാരുമായി അതേ സംബന്ധിച്ച് സംസാരിച്ചു. ഞാനും പ്രതിപക്ഷ നേതാവും UDF നേതൃത്വവും. അവർ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സമീപനമാണ് എടുത്തത്. അവർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട KK രമ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളെന്നുള്ള നിലക്ക് തന്നെ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും പ്രതികരിച്ചു. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ അവർ തുറന്നു പറയുകയും ചെയ്തു. ആ ആർജവത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാരണവശാലും ഉപയോഗിക്കപ്പെടാൻ പാടില്ലാത്ത വാക്കുകൾ, ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത വാക്കുകൾ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ UDFന്റെ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ തുടരുന്നു. അത് ഇന്നലെ ഉണ്ടായി എന്നാണ് LDF പറയുന്നത്, CPM പറയുന്നത്. പ്രത്യേകിച്ച് വടകരയിൽ അവരത് പ്രചാരണത്തിൽ പറഞ്ഞു, ഇപ്പോൾ വീണ്ടും ആവർത്തിക്കും. അല്ല, ഈ വാചകങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. ഈ വാചകങ്ങളെ വേറെന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ അനുഭവങ്ങൾ, ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞ വാചകങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുക. അതൊന്നും വെച്ചിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കില്ല. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. അവരുടെ പാർട്ടി അതിനകത്തൊരു നിലപാടെടുത്തു. പാർട്ടി അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി. അവരുടെ പാർട്ടി നേതൃത്വം ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത് കൂടുതൽ ചർച്ച ചെയ്യുമെന്നുള്ളതും സംഘടനാപരമായ ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നുള്ളതും ഉൾപ്പെടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പോയത് അവനവൻ്റെ പാർട്ടിക്കാരനായതുകൊണ്ട് എങ്ങനെയെങ്കിലും ന്യായീകരിക്കാനോ ഉരുണ്ട് കളിക്കാനോ വേറെ എന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യാനോ ഒന്നിനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഇത് പാടില്ലാത്ത കാര്യമായിരുന്നു. അത്തരമൊരു വാക്ക് ഞാനതാണ് ആവർത്തിച്ച് പറയുന്നത്. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അല്ല, നമുക്ക് യോജിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അതൊരു പാഠമാവണം. ഇന്നലത്തെ പരിപാടിയുടെ പ്രസംഗം നിങ്ങളെല്ലാവരും കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ സംസാരിച്ച മറ്റൊരാളും ഈ ഒരു വാചകം ഒഴികെ മറ്റൊരാളും ഇപ്പം ഞാൻ കേരള രാഷ്ട്രീയത്തിലെ എന്തൊക്കെയാണെന്നൊക്കെ പലരും അവിടെ വന്ന് വിശേഷിപ്പിച്ച ഒരു സ്ഥലമാണ്. അതിനൊന്നും മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറുപടി ഇല്ലാഞ്ഞിട്ടോ അല്ല. ഞങ്ങൾ അതിലേക്കൊന്നും പോവാതിരുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ ഒരു ഫർദർ പ്രൊവോക്കേഷന് വേണ്ടിയോ ഫർദർ ഒരു ഡിവിഷന് വേണ്ടിയോ ആവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പലരും പറഞ്ഞു, അവിടെ വന്ന് പ്രസംഗിച്ച പലർക്കും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അതിനപ്പുറം പറയണം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നും വേണ്ടി നടത്തിയ പരിപാടിയല്ല. ഇപ്പം ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള പല പ്രയോഗങ്ങളൊക്കെ ഞങ്ങൾക്കെതിരെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ അവഗണിച്ച് അതിനേക്കാൾ ഗൗരവം ആ നാടിൻ്റെ ഐക്യത്തിനാണെന്ന് വിശ്വസിച്ച് അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രസംഗവും സമയമൊക്കെ അവിടെ ചെലവഴിച്ചത്. അതിൽ കടന്നു വന്ന ഈ ഒരു വാക്ക് അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ മനോനില ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അതെല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെ ആളുകളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാൻ പാടില്ല. അറിയാതെ പറഞ്ഞു പോയതാണ് എന്നും അങ്ങനെയും പറയാൻ പറ്റിയൊരു കാര്യമല്ല ഇത്. അറിഞ്ഞോ അറിയാതെയോ അത് പറയാൻ പാടില്ല. അല്ല, അതിലിനി കൃത്യമായ നടപടി എടുക്കേണ്ടത് പോലീസാണ്. പോലീസ് എന്താണ് അത് ഡിലേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു നാടിൻ്റെ സമാധാനം ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് പോലീസ്. ഒരു വ്യാജ സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ആ നാടിൻ്റെ സമാധാനം കെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് വ്യാജമാണെന്ന് പൊതുജനത്തോട് പറയാനും ഒപ്പം ആ വ്യാജ സൃഷ്ടി ആരുടേതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഉത്തരവാദിത്തമുള്ള പോലീസ് ഈ വ്യാജ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ കൂട്ടുനിൽക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണ്. പല തവണ ഞങ്ങൾ SP യോട് സംസാരിച്ചു. ഞങ്ങളുടെ നേതാക്കന്മാർ അവരെ പോയി കണ്ടു. ഞാൻ നേരിട്ട് സംസാരിച്ചു. ആ ചെറുപ്പക്കാരൻ നേരിട്ട് ഫോണും കൊണ്ട് പോലീസിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ടത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അയാൾ പരാതി കൊടുത്തു. അവിടെ യൂത്ത് ലീഗിൻ്റെ പേരിലാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അവർ പോലീസിനെ സമീപിച്ചു. എന്നിട്ട് FIR ഇട്ടു. ഇത്ര ദിവസമായിട്ടും അതിൽ നടപടി ഇല്ലാതിരിക്കുന്നത് ഈ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. RMP നേതാവ് KS ഹരിഹരന്റെ പരാമർശം തള്ളുകയാണ് ഷാഫി പറമ്പിലും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.